മാർക്സിസ്റ്റ് പാർട്ടിയും CITUവും തുടർഭരണത്തിന്റെ അഹങ്കാരത്തിലാണ്, ഹുങ്കിലാണ്. എന്തും ചെയ്യാമെന്നൊരു തോന്നൽ, ആരെയും എന്തും പറയാമെന്നൊരു തോന്നൽ, ആ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി മാറിയിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും CITUവും. അവരെ ആക്ഷേപിക്കുകയാണ്, അടച്ചാക്ഷേപിക്കുകയാണ്. ബക്കറ്റ് പിരിവ് നടത്തുന്നവരെന്നാണ് പറയുന്നത്. CPM-ന്റെയും CITUവിന്റെയും സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കുലത്തൊഴിലായി മാറിയതല്ലേ ബക്കറ്റ് പിരിവ്? DYFI-കാരായാലും മാർക്സിസ്റ്റുകാരായാലും CITU-കാരായാലും കഴിഞ്ഞ എത്രയോ വർഷമായി കടകൾ തോറും കയറിയിറങ്ങി ബക്കറ്റ് പിരിവ് നടത്തുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. സർക്കാർമാരെ ബക്കറ്റ് പിരിവുകാരായി അധിക്ഷേപിക്കുന്നത്, ആക്ഷേപിക്കുന്നത്. ഇന്നലെ അസംബ്ലിയിലെ രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മുടെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ മറുപടിയിൽ പറയുന്നത് കേട്ടു. ഇവരെ പിന്താങ്ങേണ്ട ഗതികേട് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായി എന്ന് അവർക്ക് വലിയ സങ്കടമായി. SUCI ആണ് പോലും. ഏത് CI ആയാലും ഞങ്ങളെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവകാശ പോരാട്ടങ്ങൾ നടത്തുന്ന, ന്യായമായ ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരം നടത്തുന്ന ആരെയും പിന്തുണയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. കാരണം ചെയ്യുന്നത് അത്രയേറെ കൂടുതലാണ്. മുഴുവൻ ജോലികളും ആശാ വർക്കർമാരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ സമയമില്ല. പകല് മുഴുവൻ ഈ കോരിച്ചൊരിയുന്ന മഴയത്തായാലും എരിവരിയുന്ന വെയിലത്തായാലും ഇത് ഏത് സാഹചര്യമായാലും കാടും മലയും വീടും കയറി ഇറങ്ങി ഓരോ കുടുംബത്തിലും എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഡേറ്റയാക്കി, ഒരു ഗർഭിണി ഉണ്ടായാൽ 3 മാസത്തിനകം ആ ഗർഭിണിയെ കണ്ടെത്തി അവരെ പിന്തുടർന്ന്, വൃദ്ധരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ പോഷകം എന്ന് വേണ്ട എപ്പിലെപ്സി അടക്കമുള്ള ഓരോ രോഗങ്ങളും ഏർലി ഡിറ്റക്ഷന് വേണ്ടിയുള്ള സർവേകൾ വേറെ, വാക്സിൻ കൊടുക്കുന്നത് വേറെ, ഇതെല്ലാം ഓരോന്നിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിനെ സർവേ നടപ്പിലാക്കുന്നത് അവരിലൂടെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് നടു നിവർത്താന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മേലാളന്മാരെ വിളി വരുന്നത്. ആ ഡേറ്റ അയച്ചാ, ഈ ഡേറ്റ അയച്ചാ. പാതി രാത്രി 12 മണിയായാലും ഒരു ആശാ വർക്കർക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ല, അവരുടെ കുടുംബം നോക്കാൻ പറ്റത്തില്ല. അത്രയേറെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കൊടുക്കുന്ന കൂലിയോ 7000 രൂപ ഓണറേറിയം. ഇൻസെന്റീവ് ഉണ്ട് എങ്കിലും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇൻസെന്റീവ് കൊടുക്കുന്നുവെങ്കിലും ഈ ഓണറേറിയം പോലും മാസം 7000 കിട്ടുന്ന ആശമാരുടെ എണ്ണം കുറവാ. കാരണം ഇവരൊരു 10 ഇന മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് ഈ ഓണറേറിയം പൂർണ്ണമായി കിട്ടുകയുള്ളൂ. അതും കുടിശ്ശികയിടും സർക്കാർ. 3 മണി ആശാ വർക്കർമാർ കേരളത്തിൽ സമരം തുടങ്ങുമ്പോൾ 3 മാസത്തെ കുടിശ്ശിക കിട്ടാതായപ്പോഴാണ് അവർ സമര രംഗത്തേക്ക് കടന്നു വന്നത്. ഇത് ഈ 3 മാസത്തെ കാര്യമല്ല, എല്ലാ മാസവും ആശാ വർക്കർമാർക്ക് കൃത്യമായി പണം, അവരുടെ ഓണറേറിയം കൊടുക്കില്ല, അവരുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത് ആരുടെയും ഔദാര്യമല്ല, അവർ പണിയെടുക്കുന്നതിന്റെ കൂലിയാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയുമോ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുവാനുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാർക്ക്, അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാർക്ക് പ്രതിമാസം 21,000 രൂപ, അതായത് ഒരു ദിവസം 700 രൂപ വേതനക്രമത്തിൽ ആശാ വർക്കർമാർക്ക് കൊടുക്കുമെന്ന് നൽകുക. ഒപ്പം അവർക്ക് പാലിയേറ്റീവ് കെയർ സംബന്ധമായി എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകളാണോ കിട്ടുന്നത് അത് നമ്മൾ പോയി PHCയിൽ നിന്നും വാങ്ങി അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്, അതിദരിദ്രർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ ഒരു പട്ടിക കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക. കൂടാതെ അവർക്ക് PHCയിൽ നിന്നുള്ള, അപ്പൊ മാനസിക രോഗമുള്ളവർ ആ കുടുംബത്തിലുണ്ടാകാം, അപ്പൊ അവരുടെ മെഡിസിൻ PHCയിൽ എത്തുക, അവിടെ നിന്നും വാങ്ങിച്ച് അത് അവരുടെ വീടുകളിൽ എത്തിക്കാം. അപ്പൊ തന്നെ 3 തരം പ്രവർത്തനങ്ങളായി. പിന്നീട് നമ്മുടെ ഏരിയ, നമ്മുടെ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
MCD ക്യാമ്പുകൾ എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ നിർണയമാണ് അവിടെ നടത്തുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ക്യാമ്പ് നടത്തുക അത് ആശമാരുടെ ചുമതലയാണ്.